അങ്ങനെ നുവാനെ ചെന്നിൻ്റെ ഓറ കണ്ടിട്ട് അവളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ലക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അവനെ പിടിക്കാൻ പോവുകയാണ്. എന്നാൽ ആ ഒരു സമയം പുറത്ത് മറ്റൊരു രംഗം കൂടി നടക്കുന്നുണ്ട്. ഇവിടെ സിറാന് നുവാനോട് എത്രയും പെട്ടെന്ന് ബോസിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയാണ്. അതായത് അവൾ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് അവിടെ ഗേൾസ് കയറാൻ പാടില്ല, ബോസ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ബോസ് വരുമ്പോഴേക്കും ഇവളോട് പെട്ടെന്ന് അവിടെ നിന്ന് വേഗം പോകാൻ വേണ്ടിയിട്ട് പറയാൻ ഓടി വരികയാണ് സിറാന്. എന്നാൽ ആ ഒരു സമയത്താണ് ഇവിടെ ബ്രദർ ബോസിനെയൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് വരുന്നത്. ഇവളുടെ ഈ വരവും ബ്രദർ കാണുന്നില്ല. ബ്രദറിൻ്റെ മുകളിലോട്ട് ഇവൾ അങ്ങോട്ട് ഇടിച്ച് വീഴുകയാണ്. ബ്രദറും ആകെ പേടിച്ചു പോയി. ആ ഒരു ഷോക്കിൽ അവനെ അറിയാതെ ഇവളെ പിടിക്കുന്നുണ്ട്. മാത്രവുമല്ല സിറാൻ്റെ കയ്യിലുള്ള പേപ്പറുകളെല്ലാം അവർക്ക് ചുറ്റും ഇങ്ങനെ പറക്കുന്നുണ്ട്. എന്നാൽ പിടി കിട്ടാത്ത ബ്രദർ അവളുടെ ഡ്രസ്സിലുള്ള ഒരു ടൈ പോലത്തെ ഒരു സംഭവം പിടിച്ചിട്ട് വീണ്ടും അവളെ ക്ലോസ് ആക്കി നിർത്തുന്നുണ്ട്. അവരാകെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം പുറത്ത് നടക്കുമ്പോൾ ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിലാണെങ്കിലോ ഇവിടെ നുവാനെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണല്ലോ. എന്നാൽ പെട്ടെന്നുള്ള ആ ഒരു ഓട്ടത്തിൽ ഇവളുടെ കാല് തന്നെ തട്ടി വീഴുന്നു. ആ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ചെന്ന് തിരിഞ്ഞതും നേരെ ഇവൾ അവൻ്റെ ചെസ്റ്റിലോട്ടാണ് വീഴുന്നത്. ഇവൻ ആകെ പേടിച്ചു പോയി. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ്. പിന്നെ അവനക്ക് ബോധം വന്നപ്പോഴാണ് ഇവളി വീണതാണെന്ന് മനസ്സിലാകുന്നത്. ഏതായാലും അവൻ ആ ഒരു നിമിഷം അങ്ങനെ നിൽക്കുന്നു. പിന്നെ അവന് മെല്ലെ അവളുടെ ആ ഒരു കൈവലയത്തിൽ നിന്നും താഴോട്ട് മെല്ലെ ഊർന്നിറങ്ങി പിന്നെ അവിടെ നിന്നും മുട്ടുകുത്തിക്കൊണ്ട് വേഗം അവളുടെ ആ ഒരു സർക്കിളിൽ നിന്നും പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരു അലർച്ചയാണ് കേൾക്കുന്നത്. അതായത് ആ ഒരു ബിൽഡിംഗ് മൊത്തം അങ്ങോട്ട് കുലുങ്ങുന്നുണ്ട്. അവിടുത്തെ ആ ഒരു സ്റ്റാഫും എല്ലാം പേടിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. എന്നിട്ട് ചെന്നെ ആകെ പേടിച്ചുകൊണ്ട് തന്നെ ചോദിക്കും, നീ എന്താ ഇവിടെ, നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നുവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറയാം, ബഹളമുണ്ടാക്കല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഇവളുടെ ഒരു യൂണിഫോം അവൻ ശ്രദ്ധിക്കുന്നത്. നീയാണോ ഈ റൂം ക്ലീൻ ചെയ്യാൻ വന്നത്, നിന്നെയാണോ ഇവിടെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻക്ക് ഏകദേശം ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിൽ അവൾ വീണ്ടും അവളിങ്ങനെ ആ ഒരു കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ അല്ലറി വിളിച്ചുകൊണ്ട് അവൻ്റെ ആ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ജിൻഹോ, അവനോട് പെട്ടെന്ന് തന്നെ അകത്തോട്ട് വരാൻ പറയുന്നത്. അവനും ആ ഒരു ബഹളം കേട്ടിട്ട് ഓടിയെത്തി. എന്നിട്ട് അവനിങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇവള് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെന്നി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അത് കണ്ടതും ഇവിടെ എല്ലാവരും പേടിച്ചു പോയി. നുവാനാണെങ്കിൽ പറയാനുണ്ടോ. പിന്നെ കാണിക്കുന്നത് ഇവനെ സ്ട്രക്ചറിൽ കടത്തിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ഇവർ ഭയങ്കര പേടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറൊക്കെ ഓടി വരുന്നുണ്ട്. ധൃതിപ്പെട്ടുകൊണ്ട് തന്നെ അവനിങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ആ ഒരു പൾസ് മീറ്ററും എല്ലാം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അവൻ്റെ മേലിൽ, അതെല്ലാം നോർമലാണ്. ഡോക്ടർ പെട്ടെന്ന് തന്നെ പറയും ഇതെല്ലാം ഓഫ് ചെയ്തേക്ക്. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ജിനോഹനിക്ക് ഒന്നും മനസ്സിലായില്ല. ജിനോ പറയുന്നുണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവനെ രക്ഷപ്പെടുത്തണം, ഇവരെ ഇങ്ങനെ മരിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കെഞ്ചിക്കണ് കൊണ്ട് പറയുമ്പോൾ ഡോക്ടർ ഒന്ന് അവനോട് പറയും നീ ഒന്നും മിണ്ടാതിരിക്കെ. എന്നിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന ചെന്നിനോട് പറയുകയാണ്, ഇനി എങ്ങാനും ഇവിടെ ഇങ്ങനെ കിടന്ന് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നോക്കിയാൽ നിനക്ക് ഇത്ര വലിയ ഫൈന് ഞങ്ങൾ ഈടാക്കുന്നതാണ് എന്ന് പറഞ്ഞതും അവന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന ചെന്നിന് ഇങ്ങനെയല്ലല്ലോ, അവന് വല്ലാത്തൊരവസ്ഥയിൽ എത്താറാണ് പതിവ് ഇങ്ങനെ ആരെങ്കിലും ഒരു പെണ്ണ് അവനെ ടച്ച് ചെയ്തിരുന്നെങ്കിൽ. എന്നാൽ ഈ പ്രാവശ്യം ഒന്നുമില്ല. ഇവനാണെങ്കിൽ മുൻകൂട്ടി അങ്ങനെ വരാൻ പോവുകയാണെന്ന് പാനിക് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവനക്ക് സംഭവിച്ചത്. എന്നാൽ ഒന്നും തന്നെ പറ്റിയിട്ടില്ല, നീ നോർമലാണ് എന്നൊക്കെ ഡോക്ടർ പറയുന്നു. അത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര അത്ഭുതം. എന്നിട്ട് ഡോക്ടർ ഇവനോട് ഭയങ്കര സീരിയസ് ആയിട്ട് പിന്നെ സംസാരിക്കുകയാണ്. ഏകദേശം 10 വർഷമായി ഇവനെ ഈ ഡോക്ടറെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അവനോട് പറയും നീയും നിൻ്റെ ഡാഡിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു കാര്യങ്ങളും എല്ലാം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എന്നാൽ ഇവന് ആ ഒരു സമയം കൊണ്ട് ഇവനും ഇവൻ്റെ അച്ഛനും പണ്ട് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അതായത് ഇവൻ്റെതായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി. എന്നാൽ അച്ഛൻ്റെ കമ്പനിയിൽ നിന്നും വളരെ വേറിട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അച്ഛൻക്കാണെങ്കിലോ ഇവൻ്റെ ഈ ഒരു ഐഡിയയോട് തീരെ താല്പര്യമില്ല. അച്ഛനെ എന്താണോ ഇതുവരെ തുടങ്ങി വെച്ചിട്ടുള്ളത് അത് കണ്ടിന്യൂ ചെയ്ത് അത് തലമുറകളായിട്ട് കൈമാറി പോകാനാണ് ഇവിടെ അച്ഛനക്ക് താല്പര്യമെങ്കിൽ ഇവന് മറ്റൊരു സെക്ഷനിലോട്ട് കടന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവന് അവൻ്റെ പതിവ് പോലെ അവൻ്റെ കമ്പനിയിലോട്ട് പോകാൻ രാവിലെ ഒരുങ്ങി വരുമ്പോഴാണ് അച്ഛൻ പറയുന്നത് നാളെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വരുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്, അതിന് നീയും പങ്കെടുക്കണം എന്ന് പറയുന്നു. അതിൽ ഇവന് പറയും നാളെ എനിക്ക് പറ്റില്ല, എൻ്റെ ഗെയിം പുതിയതായി ഒന്ന് ലോഞ്ച് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡാഡിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഡാഡി പറയും നിൻ്റെ ഒരു ഗെയിം, നിനക്ക് വേറെ ഒരു പരിപാടിയും ഇല്ല, ഈ ഗെയിമാണോ ഇത്ര വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു എഫേർട്ടിനെ അച്ഛന് വളരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻക്കത് തീരെ സഹിക്കുമോ? അവൻ പറയും എൻ്റെ ഗെയിം എന്ത് തന്നെ ആയാലും എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, എൻ്റെ ഷെയറിന് ഇത്രയും ലാഭം കിട്ടുന്നുണ്ട് എന്നൊക്കെ. അവൻ്റെ ആ ഒരു കമ്പനിയുടെ വളർച്ച ചൈനയിൽ തന്നെ
ഏറ്റവും ഡെവലപ്പിംഗ് കമ്പനിയാണ് ഈ വർഷത്തെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ ഒരു കമ്പനിയുടെ എല്ലാ പുതിയ പുതിയ അപ്ഡേറ്റ്സും എല്ലാം അച്ഛനക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയ്ക്കും നല്ല ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അവൻ്റെതെന്നും പറയുന്നു. എന്നാൽ അച്ഛനക്ക് അതൊന്നും കേൾക്കണ്ട. അച്ഛൻ പറയും, നിർത്തിക്കോ നിൻ്റെ ആ ഒരു പരിപാടി, എനിക്ക് നിന്നെ വേണ്ടത് നമ്മുടെ ഈ ഒരു തലമുറകൾ കൈമാറി വരുന്ന ഇതേ കാര്യം കണ്ടിന്യൂ ചെയ്യാനാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവനോട് എത്രയും പെട്ടെന്ന് അവൻ്റെ കമ്പനി ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പനി ഏറ്റെടുക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് അതിൽ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ആഗ്രഹം പറയുമ്പോൾ ഇവനക്ക് അത് യോജിക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം ഒരു കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണല്ലേ, ആ ഒരു പെണ്ണ് അവൻ്റെ ലൈഫിൽ തന്നെ വരാൻ പാടില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണല്ലോ അവന്. അങ്ങനെ പിന്നെ അച്ഛനും മകനും ഭയങ്കര വഴക്കാകുന്നു. അത് കേട്ടുകൊണ്ടാണ് അവൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. എന്തിനാ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തിനാ അവനിങ്ങനെ വഴക്ക് പറയുന്നത് എന്നൊക്കെ അച്ഛനെങ്ങനെ പറയുമ്പോൾ ഇവനക്ക് ഈ ഒരു അമ്മ ഇവിടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ പെട്ടെന്ന് ചോദിക്കും, ആരാണ് ഈ ഒരു സ്ത്രീയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, സ്ത്രീയോ, ഇത് എൻ്റെ ഭാര്യയാണ്, അതായത് നിൻ്റെ അമ്മ, അവരോട് മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ചെൻ പറയും, എൻ്റെ അമ്മയോ, എൻ്റെ അമ്മ 15 വർഷം മുന്നേ മരിച്ചുപോയി, പിന്നെ നിങ്ങളുടെ ലൈഫിൽ എത്രയൊക്കെ കല്യാണം കഴിച്ചാലും അതൊന്നും ഒരിക്കലും എൻ്റെ അമ്മയാകില്ല എന്ന് പറയുന്നു. അതിൽ അച്ഛന് ഭയങ്കര വയലൻ്റ് ആവുകയാണ്. അതായത് കുറച്ച് ചൂട് വെള്ളമുണ്ടായിരുന്നു, അതെല്ലാം അവൻ്റെ മുഖത്തോട്ട് ഒഴിക്കും. അച്ഛനക്ക് തീരെ സഹിച്ചില്ല ഇവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞത്. അതിലമ്മ ഓടി വന്നുകൊണ്ട് ഇവനെ കൈ പിടിച്ചുകൊണ്ട് നിനക്ക് പൊള്ളിയോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇവർ ഇങ്ങനെ പിടിച്ചത് കൊണ്ട് തന്നെ അവനക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അലർജി റിയാക്ഷൻ വരികയാണ്. അവനക്ക് ശ്വാസം കിട്ടാത്തതുപോലെ ആ ഒരു സമയത്ത് പോലും അച്ഛനക്ക് ഇവൻ്റെ ഈ ഒരു ഹിസ്റ്ററി എല്ലാം മാറിഞ്ഞിട്ടും അച്ഛനും ഇവനെ ആ ഒരു സമയവും എല്ലാം അവനക്ക് വയ്യാതായി എന്നൊന്നും നോക്കാതെ അവനെ വീണ്ടും അടിക്കാനൊക്കെ വരികയാണ്. എന്നാൽ ഇവന് പെട്ടെന്ന് തന്നെ ബഹളം ഉണ്ടാക്കുന്നു. അവരോട് പിടിക്കരുത്, ഇവിടെ നിന്ന് പോകണം, എന്നെ തൊടരുത്, നിന്നെ തൊടാൻ ആരാ നിങ്ങൾക്ക് പെർമിഷൻ തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനും ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുന്നുണ്ട്. അച്ഛനും തിരിച്ചും അച്ഛനെ പിന്നെ ഈ ഒരു അമ്മ പിടിച്ചു വെക്കണം. അങ്ങനെ ഭയങ്കര ഒരു സീനാണ് അവിടെ അന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഇവന് വയ്യാതെ എങ്ങനെയൊക്കെയോ പുറത്തോട്ട് വരുമ്പോഴാണ് പുറത്തെ ഇവിടെ ജിൻഹോ ഇവനെയും കമ്പനിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ജിൻഹു ആണ് പിന്നെ ഇവനെ ഹോസ്പിറ്റലിലെത്തി രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് ആ ഒരു ഡോക്ടർ ഈ ഒരു കഥകളൊക്കെ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ആക്ച്വലി ഈ ഒരു അസുഖം നിന്നെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. ഒരുപാട് മരുന്ന് നമ്മൾ പരീക്ഷിച്ചു, ഒരുപാട് ഇഞ്ചക്ഷൻ വെച്ചു, പക്ഷെ ഒന്നും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ അല്ല. അതുകൊണ്ട് എനിക്ക് ഒരു സംശയം തോന്നുന്നു, നിൻ്റെ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ മനസ്സിൽ നിന്നാണ് വരുന്നത്. നിനക്ക് ആദ്യം തന്നെ അങ്ങനെ തോന്നുകയാണ്, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു പെണ്ണ് പേടിച്ചാൽ ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു സൈക്കോജനിക് അസുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവനക്ക് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമുണ്ട്. എന്നിട്ട് പറയും, ഈ ഡോക്ടറിന് എൻ്റെ അസുഖം മാറ്റാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. അവൻ ആ ഒരു കാർഡ് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അതേസമയം ഇവിടെ നുവാന് അവളെ ഇവിടെ ആക്ച്വലി അവർ പോകുമ്പോൾ ഇവളിവിടെ റൂമിൽ തന്നെ ലോക്കാക്കിയിട്ടുണ്ട്. അവളെ മിസ്സാവാതിരിക്കാൻ, അവളെങ്ങാനും രക്ഷപ്പെട്ടാലോ, ബാക്കി ഇവൾക്കുള്ള പണിഷ്മെൻറ്റൊക്കെ ഇവർ വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ സിറാന് പുറത്ത് നിന്ന് അകത്തോട്ടും ഇവൾക്ക് അകത്ത് നിന്ന് പുറത്തോട്ടും പോകാൻ വയ്യ. അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ കോൾ വഴിയാണ്. അങ്ങനെ സിറാൻ പറയുന്നു, സോറി, എനിക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളുടെ ബോസിന് പെണ്ണുങ്ങൾ അവരുടെ അടുത്തോട്ട് വരുന്നത് തന്നെ ഇഷ്ടമല്ല, ഞാനത് അറിയാതെ അങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നുവാന് ആ ഒരു സംഭവമെല്ലാം ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, പെണ്ണുങ്ങൾ ഇത്രയധികം ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകുമോ എന്നൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിൽ സിറാൻ പറയും, ഏതായാലും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നിന്നെ ജസ്റ്റ് കണ്ടിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും പേടിച്ച് പാനിക്കായിട്ട് പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നുവാന് മനസ്സിൽ വിചാരിക്കുന്നത്, വെറും കണ്ടിട്ട് മാത്രമല്ലല്ലോ അവിടെ എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് ഇവിടെ നുവാനല്ലേ അറിയുള്ളൂ. അവളെ ആ ഒരു കിസ് ചെയ്തതും എല്ലാം അതിൽ ഇവൾ പെട്ടെന്ന് ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ഇവിടെ അടുത്ത് ഏതാ പോലീസ് സ്റ്റേഷൻ ഉള്ളതെന്ന്. അത് കേട്ടിട്ട് ഇവിടെ സിറാനി, പോലീസ് സ്റ്റേഷനോ, നിനക്ക് എന്തിനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന്. അതിൽ ഇവിടെ നുവാൻ പറയുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ പോലീസിൽ പോയിട്ട് സറണ്ടർ ആവട്ടെ, പിന്നെ അത് മാത്രമല്ല ഞാൻ അവിടെ എനിക്ക് ഇനി ആ ഒരു രക്ഷയുള്ളൂ, അഭയം കിട്ടുകയുള്ളൂ, ഇവരെന്നെ കൊല്ലാൻ വരുമ്പോഴേക്കും ഞാൻ അവിടെ പോയി നിൽക്കട്ടെ എന്നും ഇങ്ങനെ പറയുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിയാണ്. അങ്ങനെ എവിടെയും ഒരു ഡോറും ഒന്നുമില്ല, പിന്നെ ഉള്ളതൊരു വിൻഡോ ആണ്. അവൾ അതിലൂടെ നോക്കുമ്പോൾ ഇവിടെ സിറാൻ പറയുന്നുണ്ട്, അതിലൂടെ ഒന്ന് എടുത്ത് ചാടല്ലേ, ഏകദേശം നമ്മൾ 25ാമത്തെ ഫ്ലോറിലാണ് ഉള്ളതെന്ന്. അതിലാണ് നുവാൻ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഉയരത്തിലാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ ഇവൾക്ക് അങ്ങനെ ഏതായാലും പോവാൻ വയ്യ. പിന്നെ ഇവൾ അടുത്ത് ഉള്ളിൽ വേറെ ഏതെങ്കിലും റൂമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെ സിറാൻ പറയുകയാണ്, അങ്ങനെ ഒരു റൂം നീ നോക്കിയേ വേണ്ട, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ നുവാന് ടോട്ടലി അവിടെ ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അവൾ നിന്ന് ഏകദേശം രാത്രിയായി, നന്നായിട്ട് വിശക്കുന്നുണ്ട്, മാത്രമല്ല നന്നായിട്ട് ബോറടിക്കുമെന്നുമുണ്ട്.
അപ്പോഴാണ് അവൻ്റെ ടേബിളിൽ ഒരു പേപ്പർ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. പിന്നെ അവൾക്ക് എപ്പോഴും ബോറടിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഡ്രോയിങ്സ് ആണ്. അവൾ നന്നായിട്ട് പടം വരക്കുന്നത് കൊണ്ട് തന്നെ അവൾ ആ ഒരു ചെയറിൽ, അതായത് അവനിരിക്കുന്ന ആ ഒരു ചെയറിൽ തന്നെ ഇരുന്നിട്ട് ആ ഒരു പടം ഇങ്ങനെ വരച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു അടിപൊളി പിക്ചർ. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് ആ ഒരു ചെന്ന അറിഞ്ഞില്ലല്ലോ. പിന്നെ മാത്രവുമല്ല, എന്നെ ഈ ഒരു കമ്പനിയിൽ എടുക്കാത്തത് കൊണ്ട് അവർക്ക് എത്രത്തോളം നഷ്ടമുണ്ട് എന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അവളെ തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞത് അത് കേട്ടുകൊണ്ടാണ് ഇവിടെ ചെന്ന അങ്ങോട്ട് വരുന്നത്. ആക്ച്വലി ചെന്നും ജുൻഹോയും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. മാത്രമല്ല അവരുടെ മനസ്സിൽ ഒരുപാട് സംശയമുണ്ട്. അതായത് പെണ്ണുങ്ങളോട് അലർജിയുള്ള ഇവൾ ഇങ്ങനെ തൊട്ടിട്ട് പോലും ഒരു പ്രശ്നവും ഇല്ലാതിരുന്നത് എന്തുകൊണ്ട്? ഇവൾക്ക് എന്താണ് പ്രത്യേകത? അപ്പോൾ ഈ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവളെ നമ്മൾ ക്ലോസ് എക്സാമിൻ ചെയ്യണം, അവളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം, അത് തന്നെയാണ് അവൻ്റെ ഈ ഒരു അസുഖത്തിനുള്ള മെഡിസിൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ഇവളെ കാണാൻ വേണ്ടി വരുന്നു. എന്നാൽ ഇവളാണെങ്കിലും ഇങ്ങനെ ഈ ഒരു ചെയറിൽ ഇരിക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ ഇവനെ കണ്ടതുകൊണ്ട് തന്നെ പേടിച്ചുകൊണ്ട് അവിടെ നിന്നും മാറുന്നു. ഇവരുടെ പിന്നാലെ തന്നെ ക്സിറാനുമുണ്ട്. ക്സിറാനും ഭയങ്കര പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ക്സിറാനാണല്ലോ നുവാനെ ഈ ഒരു ടാസ്ക് കൊടുത്തത്. അങ്ങനെ സിറാനും നുവാനും ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ചെന്നാണെങ്കിലോ അവൻ്റെ ചെയറിൽ ഇരുന്നിട്ട് ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ചെന്ന് ഇവർക്ക് ഈ നുവാന് എന്തോ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് തുടങ്ങുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ക്സിറാന് ഒരു ക്ഷമാപണം നടത്തുകയാണ്. അതായത് അവൾക്ക് അറിയില്ലായിരുന്നു ഇത്രത്തോളം ഈ ഒരു സംഭവം ഉണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അവളാണ്. നുവാന് ഇവിടെ നിരപരാധിയാണ്. അവളെ ഞാനാണ് വിളിച്ചു വരുത്തിയത്. അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കരുത്, എനിക്ക് തന്നാൽ മതി പണിഷ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നുവാനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് ചെന്ന് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ഇവിടെ ക്സിറാനോട് പറയുകയാണ്, നീ ഏകദേശം 2 വർഷമായി ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിൻ്റെ ആ ഒരു വർക്കിങ്ങും എല്ലാം നല്ല അടിപൊളിയാണ്, നല്ല പെർഫോമൻസ് ആണ്, നിനക്ക് നല്ല എഫേർട്ട് എടുക്കുന്ന നല്ലൊരു ജോലിക്കാരിയാണ് നീ. പക്ഷേ നിനക്ക് ഈ ഒരു കമ്പനിയിൽ ഒരു പ്രധാനപ്പെട്ട ചില റൂളുകൾ ഉണ്ടായിരുന്നു. അത് നീ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണ്. പിന്നെ നിൻ്റെ ക്ലീനേഴ്സിൻ്റെ ആ ഒരു കോൺടാക്റ്റ് നിനക്ക് നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് നീ ഒരു സൂപ്പർവൈസറെ കാണുക, എന്നിട്ട് അവരോട് പറയുക, അവർ നല്ല അടിപൊളിയിട്ടുള്ള ആളുകളെ അറേഞ്ച് ചെയ്യുമായിരുന്നു. അതാണ് നീ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ നീ തന്നെ കണ്ടുപിടിച്ച് ഒരു ഷോർട്ട് കട്ടിലൂടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയല്ല എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഇവളുടെ ജോലി തെറിപ്പിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അവൻ പറയും, ഞാൻ എന്താണ് നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സിറാൻ സമ്മതിച്ചുകൊണ്ട് യെസ് എന്ന് പറയുന്നു. അതായത് അവൾക്കറിയാം അവൾ ഇപ്പോൾ ഫയർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. എന്നിട്ട് അവൾ അതിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ തന്നെ പറയും, നാളെ മുതൽ ഞാൻ ജോലിക്ക് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇവിടെ നുവാനും ആ ഒരു സംഭവം മനസ്സിലായി, ഇവളെ ജോലി ഇപ്പോൾ പോകുമെന്ന്. പെട്ടെന്ന് തന്നെ അവൾ അത് ഏറ്റെടുക്കുകയാണ്. അല്ല, അവളുടെ ഒരു പ്രശ്നമില്ല, ഞാനാണ് ഇവിടെ ഇങ്ങോട്ട് കയറണമെന്ന് അവളോട് പറഞ്ഞത്. ആക്ച്വലി എനിക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട്, അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ക്ലാഷും ഉണ്ടായതോട് കൂടിയിട്ട് ഇനി ഒരിക്കലും എനിക്ക് ആ ഒരു പോസ്റ്റ് കിട്ടില്ലെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ക്ലീനർ അങ്ങനെയാണ് ഞാൻ ഇവളെ അവിടെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോബ്ലം മുഴുവൻ നുവാന് അവളുടെ തലയിലോട്ടിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. നുവാൻ അറിയാം ഇവൾക്ക് ഈ ഒരു ജോലി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. മാത്രമല്ല ഇവൾക്ക് ജോലി ഇല്ലല്ലോ, അപ്പോൾ ഇവൾക്ക് ഇനി നഷ്ടപ്പെടാനും ഒന്നുമില്ല. ഇവളെ എന്ത് ചെയ്താലും ഇവളെ എഫക്റ്റ് ചെയ്യുകയേയില്ല. എന്നാൽ സിറാൻ അങ്ങനെയല്ല, അവളിപ്പോൾ നല്ല ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. എന്നിട്ട് നുവാൻ ആ ഒരു പ്രശ്നം മുഴുവൻ അവൾ ചെയ്തതാണ്, എന്നിട്ട് പണിഷ്മെൻറ്റും എല്ലാം താൻ സ്വീകരിക്കാൻ റെഡിയാണ്, അവളെ വെറുതെ വിടണം, അവളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബെഗ് ചെയ്യുകയാണ്. എന്നാൽ നുവാന് അവളുടെ ഫ്രണ്ടിനോടുള്ള ആ ഒരു സിൻസിയറായിട്ടുള്ള ഇഷ്ടമൊക്കെ കണ്ടിട്ട് ഇവിടെ നമ്മുടെ ചെന്നിന് തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇനി അവിടെ എന്താണ് നടന്നതെന്നൊന്നും അറിയില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അതിൻ്റെ ഇടയിൽ നുവാൻ പറയുന്നുണ്ട്, ഭാഗ്യം നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ സിറാനും പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് എൻ്റെ ജോലി തെറിച്ചെന്ന, പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ കരുണയുള്ള ബോസാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ വല്ല പണിഷ്മെൻറ്റും കിട്ടാനേ വഴിയുള്ളൂ എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇവർക്ക് ആ ഒരു ജോലി നഷ്ടപ്പെടാത്തതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി ഇവർക്ക് ഇതെല്ലാം കേട്ടിട്ട് ഇവന് ഭയങ്കര കൺവിൻസ് ആവുകയും നമ്മുടെ ചെന്നൈ എന്നിട്ട് ഇവരുടെ ജോലി നഷ്ടപ്പെടുത്തിയിട്ടില്ല സിറാൻ്റെ. പിന്നെ നുവാനെ ഇവളോട് ചോദിക്കുകയാണ്, നീ വീട്ടിലോട്ട് വരുന്നില്ലേ എന്ന്. അതിൽ സിറാൻ പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഒരുപാട് വർക്കുണ്ട്, മാത്രമല്ല എന്നെ ട്രാൻസ്ഫർ ചെയ്യുമോ, അതും കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ നുവാൻ ഇവളിങ്ങനെ കഷ്ടപ്പെടുന്നത്
കണ്ടിട്ട് ഭയങ്കര വിഷമം. എന്നിട്ട് പറയും, നീ ഇത്രയും നിൻ്റെ ബോഡീൻ്റെ ഹെൽത്തും ഒന്നും നോക്കാതെ നീ ഇത്ര അധികം ഇങ്ങനെ ജോലിയൊന്നും ചെയ്യണ്ട, നിനക്ക് പറ്റുന്നത് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവളൊരു ചെറിയ ഒരു ഉപദേശം നടത്തുകയാണ്. അത് കേട്ടതും നമ്മുടെ സിറാനെ ഭയങ്കര ഹാർട്ട് ടച്ച് ആവുകയും എന്നിട്ട് അവളോട് പറയും, എന്നാൽ ഓക്കെ, ഞാൻ എനിക്ക് പറ്റുന്നത് മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു, അതായത് റൂമിലോട്ട്. അത് കേട്ടത് നുവാൻ ഒന്ന് ഞെട്ടും. കാരണം റൂമിലോട്ട് ഇവളിപ്പോൾ വന്നാൽ ശരിയാകില്ലല്ലോ, അവളുടെ ബ്രദറിനെ അവളെ അവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയല്ലേ. എന്നിട്ട് പറയും ഞെട്ടിക്കൊണ്ട്, അങ്ങനെ വരണമെന്നൊന്നുമില്ല, നിൻ്റെ ജോലിയാണ് നിനക്ക് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് നീ സമയമെടുത്ത് എല്ലാം ശരിയാക്കി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്നും പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് അതൊന്നും മനസ്സിലായില്ല, തൻ്റെ കെയറിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണെന്നും വിചാരിക്കുന്നു. അങ്ങനെ ഏതായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. സിറാൻ തിരിച്ച് ഓഫീസിലോട്ടും ഇവളെ തിരിച്ച് റൂമിലോട്ടും. ഇനി ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ചെന്നിനെ ജുൻഹോ അവൻ്റെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ജുൻഹോ അവിടെ വെച്ചിട്ട് ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. അതായത് ഇവിടെ നുവാന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ഇൻ്റർവ്യൂ സമയത്ത് അവൾ സൈക്കിളിൽ വീണ സമയത്ത് ഇവരുടെ കാറ് അവളുടെ മുകളിൽ അവളുടെ ദേഹത്തു കൂടെ വെള്ളം തെറിപ്പിച്ചിട്ടുണ്ടെന്നും അവളുടെ ആ ഒരു ഡ്രോയിങ്സിൻ്റെ മുകളിലൂടെ കയറിപ്പോയിട്ടുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതൊന്നും അന്ന് ചെന്നെ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അതെല്ലാം നടന്ന കാര്യമാണ് എന്ന് ഇവിടെ ജുൻഹോ അവനോട് പറയുകയാണ്. അത് കേട്ടതും പെട്ടെന്ന് തന്നെ ചെന്നിന് ഭയങ്കര ഷോക്കാകും. കാരണം അവൾ ഒരുപാട് തവണ അത് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇവനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇവന് ചോദിക്കും അതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന്. അതിൽ ജുൻഹോ പറയും, ഞാൻ പറയണമായിരുന്നു, പക്ഷേ നിൻ്റെ അന്നത്തെ ആ ഒരു ദേഷ്യവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല. പിന്നെ ഇവളെ ഞാൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അവൾ ഒരു ഇൻ്റർവ്യൂ ഫെയിലായി പോവുക അങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നല്ലോ, ഇവൾ നിൻ്റെ ലൈഫിലോട്ട് വീണ്ടും വീണ്ടും വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ അവന് പറയുന്നത് അവൾ ഒരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അവൾ പറയുന്ന അവളുടെ ആ ഒരു നിർഭാഗ്യം അതും ഒരുപാട് റിയൽ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു കുട്ടി അവൾക്ക് ഭാഗ്യമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല, അവൾ എന്തുകൊണ്ട് നിന്നെ തൊട്ടിട്ട് നിനക്ക് റിയാക്ഷൻ വന്നില്ല, അതും ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവൾ അങ്ങനെ വിട്ടുകൂടാ. ഏതായാലും അവൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൾ സംസാരിച്ചത്, അതും അത്ര ധൈര്യത്തോടെ സംസാരിച്ചത് നീ കണ്ടതല്ലേ. എന്തായാലും നമുക്ക് അവൾക്ക് ഒരു അവസരം കൂടെ കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ചെന്ന് അവൻക്കൊരു ഉത്തരം കൊടുക്കുന്നില്ല. അവന് പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് നേരെ അവൻ്റെ വീട്ടിലെ വാഷ്റൂമിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു സ്റ്റിക്കി നോട്ട് അവിടെ പണ്ട് ജുൻഹോ ഒട്ടിച്ചു വെച്ചത്. അത് കണ്ടതും ഇവൻ ആകെ ഒന്ന് പേടിക്കും. പിന്നെ ആ ഒരു ഫ്രണ്ടിനെ വഴക്ക് പറയുന്നുണ്ട്, അവനാണ് ഇത് ചെയ്തതെന്ന് അറിയാം. ഏതായാലും അവൻ അതും നോക്കിക്കൊണ്ട് മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു അലർജി ഇല്ലാതായത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവനിങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നെയാണ് ഡോക്ടർ കൊടുത്ത ആ ഒരു ID കാർഡ് ഉണ്ടല്ലോ, ആ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ നമ്പർ, ആ ഒരു നമ്പറിലോട്ട് ഇവന് വിളിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡോക്ടർ പറയുന്നത് ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്, ഇത് ഫൈക്കോജനിക് ഡിസീസാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിൽ നിന്നാണ് ഇത് വരുന്നത്. അവർക്ക് അങ്ങനെ തോന്നുകയാണ് തനിക്ക് അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് എന്ന്, അതിനനുസരിച്ച് ബോഡി അങ്ങനെ ആവുകയാണ് എന്നൊക്കെ പറയുന്നു. വെറും 100-ന് താഴെ ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ അസുഖമുള്ളൂ. പിന്നെ ഈ ഒരു അസുഖത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ ഒന്ന് സംശയിച്ചുകൊണ്ട് പറയും, നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഒരു പെൺകുട്ടി തൊട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു റിയാക്ഷൻ വന്നില്ല എന്നതാണോ എന്ന് ചോദിക്കുന്നു. അതിലവൻ അതേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, അതൊരു നല്ല ഗുഡ് സൈനാണ്. അതായത് ആ ഒരു പെൺകുട്ടി നിന്നെ തൊട്ടിട്ട് നിനക്ക് വന്നിട്ടില്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി വഴി നിനക്ക് ഈ ഒരു അസുഖത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം, നിൻ്റെ നോർമൽ ലൈഫിലോട്ട് നിനക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് അവളെ വിട്ട് കളയരുത്, അവളാണ് നിൻ്റെ രോഗത്തിനുള്ള മെഡിസിൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇനി അടുത്ത ദിവസം മുതൽ നുവാനെ അവളിപ്പോൾ പുതിയൊരു ജോലിയിലോട്ട് കയറിയിരിക്കുകയാണ്. അതായത് അവളുടെ ആഗ്രഹത്തിനൊത്ത് അവൾക്കൊന്നും റെഡിയാകുന്നില്ല, പക്ഷേ ജീവിച്ചു പോകണമല്ലോ. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ്, അതായത് അവളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഈ ഒരു കസ്റ്റമറിനൊക്കെ ക്യാൻവാസ് ചെയ്യുന്ന ആ ഒരു പോസ്റ്ററും എല്ലാം കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ജോലിയുമുണ്ട്. പിന്നെ അവിടുത്തെ ഓരോ ഹെൽപ്പും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ എവിടെയാണുള്ളത്, അവളെ തേടി പിടിച്ചുകൊണ്ട് ഇവിടെ ജിൻഹോയും ചെന്നും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവളെ ഇങ്ങനെ ദൂരെ നിന്നും ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവളാണെങ്കിലോ അന്നത്തെ മെനു ബോർഡ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ഒരുപാട് മെനു ഒക്കെ എഴുതി വെച്ചതിന് ശേഷം അവൾ പിന്നെ ആ ഒരു മെനുവിൻ്റെ പിക്ചറും എല്ലാം വരക്കുന്നുണ്ട്. അവൾ ഭയങ്കര സമയമെടുത്ത് ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ടുകൊണ്ടാണ് ആ ഒരു കഫേയുടെ ഓണർ അങ്ങോട്ട് വരുന്നത്. ഓണറിന് ഇവളിങ്ങനെ ഈ സമയം ഇങ്ങനെ കളയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ വഴക്ക് പറയും, നീ എന്തായി ചെയ്യുന്നത്, നിനക്ക് ഇതല്ല ഇവിടെ ചിത്രം വരക്കലല്ല പണി, ഇവിടെ കഫേൻ്റെ ഉള്ളിൽ എന്തൊക്കെ ജോലിയുണ്ട്
ചെയ്യേണ്ടതെന്നറിയോ, പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് അതൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. എന്നിട്ട് ഒരുപാട് വഴക്ക് പറയും. അങ്ങനെ ഇവൾ പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റതും അവളിങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഒരു ബക്കറ്റും വെള്ളവും എല്ലാം ഉണ്ട്, ഇവളുടെ കൈ തട്ടിക്കൊണ്ട് അത് അങ്ങോട്ട് നേരെ വീഴുകയാണ്. അതോടുകൂടിയിട്ട് പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓണറുടെ ദേഷ്യം പിന്നെ പറയാനുണ്ടോ, അവർ നന്നായിട്ട് വഴക്ക് പറയും. എന്നാൽ ഇങ്ങനത്തെ ഇവളുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ പുറത്ത് നിന്നിട്ട് നമ്മുടെ ചെന്നും ജുൻഹോവും കാണുന്നു കേൾക്കുന്നുമുണ്ട്. അതിൽ പിന്നെ ജുൻഹോ തന്നെ പറയും, ശരിക്കും പറഞ്ഞാൽ അവൾ ഭയങ്കര അൺലക്കി ഗേളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് അവൾ വെറും അൺലക്കി ഗേളല്ല, സൂപ്പർ 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 അൺലക്കി ഗേളാണ്. അവളുടെ ലൈഫിൽ അവൾ ലക്കി ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞത് വളരെ ശരിയാണെന്ന് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. നുവാനയാണെങ്കിലോ നന്നായിട്ട് ഇവിടെ ഈ ബോസ് വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അതെല്ലാം ക്ലീൻ ചെയ്യാനിരിക്കുന്ന ആ ഒരു സമയത്താണ് അങ്ങോട്ടൊരു മഴ, ഭയങ്കര കാർമേഘമെല്ലാം മൂടിക്കൊണ്ട് വരുന്നത്. അവൾ മഴ പെയ്യുമ്പോൾ അവൾ എന്തായാലും നനയും. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോകാൻ വയ്യ, ഇത് ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൾ ആ ഒരു മഴ കൊണ്ടുകൊണ്ട് തന്നെ അത് ചെയ്യാനുള്ള പ്ലാനാണ്. എന്നാൽ ഇവിടെ ജുൻഹോ അത് കണ്ടുകൊണ്ട് പറയും, നമുക്കൊരു പക്ഷേ അവളോട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കാര്യം അവളോട് പറയാൻ വേണ്ടി വന്നതും പുറകോട്ട് നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. പിന്നെ ഇവനെ കാണുന്നത് ഇവളുടെ അടുത്തോട്ട് ഭയങ്കര സ്ലോ മോഷനിൽ ആ ഒരു മഴയത്ത് ഭയങ്കര നല്ലൊരു കുടയൊക്കെ ചൂടിക്കൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. അവൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് 2 കാലുകളാണ് അവൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് നോക്കുമ്പോൾ അവളും ആകെ ഞെട്ടിത്തരിച്ചുകൊണ്ട് സ്ലോ മോഷനിൽ തന്നെ ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ട് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുമുണ്ട്, എൻ്റെ ബാക്കി ലൈഫിലേക്ക് ലക്ക് കൊണ്ടുവരുന്നത് ഇവനായിരിക്കും എന്ന് അന്ന് അയാൾ പറഞ്ഞത് അതും ശരിയായിരിക്കുമോ എന്നും വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നേൽക്കുന്നത്. എന്നാൽ അവനാണെങ്കിലോ ഇവൾ ഈ ഒരു കുടയുടെ ഉള്ളിലോട്ടായതും ഇവരിത്ര ക്ലോസ് ആയതും കൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ആ ഒരു കുടയും കൊണ്ട് കുറച്ച് ബാക്കിലോട്ട് പോകുന്നു. അതായത് ഇവളെ മഴയത്ത് നിർത്തി എന്ന അർത്ഥം. ഇവൾ പിന്നീട് അങ്ങോട്ട് മഴ കൊള്ളുകയാണ്. എന്നിട്ട് ഇവളും പെട്ടെന്നാണ് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിൽ നിന്നും അവളും ഒന്ന് ഉണരും. എന്നിട്ട് ചെന്നൈ ഇവളെ നുവാൻ എന്ന് വിളിച്ചതും ഇവള് ഭയങ്കര പേടിയോടെ റെസ്പെക്റ്റോട് കൂടിയിട്ട് പണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ അവൾ അറ്റൻഡ് ചെയ്തതുപോലെ ഭയങ്കര കോൺഫിഡൻസോടെ യെസ് എന്ന് പറയും. അതായത് അവൻ്റെ ആ ഒരു വിളിയിൽ ഇവൾ ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്. പിന്നെ അവൾ വിചാരിക്കും, ഞാൻ എന്തിനാ അത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നത്, എനിക്കിപ്പോൾ ഇയാൾ വെറും മനുഷ്യൻ മാത്രമല്ലേ, അല്ലാതെ എൻ്റെ ബോസ് ഒന്നുമില്ലല്ലോ, എന്നെ പുറത്താക്കിയ ആളല്ലേ, അപ്പോൾ സാധാരണ ആളുകളോട് സംസാരിക്കുന്നത് പോലെ മതി എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവൾ റഫായിട്ട് എന്താ കാര്യം, എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിൽ ഇവനൊന്ന് ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ ഓഫീസിൽ നിന്നും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പെന്ന് കാണുവാനില്ല, അത് നീ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ നുവാൻ ആകെ ഞെട്ടിപ്പോയി. ഒരു പെണ്ണ് അന്വേഷിച്ചിട്ടാണോ ഈ വന്നിരിക്കുന്നത്? എന്നിട്ട് അവൾ പറയും, ഞാൻ പെണ്ണൊന്നും എടുത്തിട്ടില്ല, എനിക്കെന്തിനാണ് എൻ്റെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു പെണ്ണ് അത് സെയിം അവളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അതിൽ ഇവൾ ഞെട്ടിപ്പോയി. എന്നിട്ട് പറയും, ഞാനിത് മോഷ്ടിച്ചതൊന്നുമല്ല, അറിയാതെ എൻ്റെ പാൻറ്റിൽ പെട്ടുപോയതായിരിക്കും. ശരിയാ, ഞാൻ അവിടെ നിന്ന് എന്തോ ഒരു ചിത്രം വരച്ചിരുന്നല്ലോ, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയാതെ ഇട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. മാത്രവുമല്ല ആ ഒരു പെണ്ണ് പൊട്ടിയിട്ടുമുണ്ട്. അതായത് ഇവൾ അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അത് വളരെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു പെണ്ണായിരുന്നു, ഏതായാലും പൊട്ടിയിട്ടുണ്ട്. അതിൽ ഇവൾ പറയും, സോറി എൻ്റെ നിന്ന് പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിന് എത്ര ക്യാഷ്, ഞാൻ ഇതേപോലത്തെ ഒന്ന് മേടിച്ച് തരാം, അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് തരാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചെന്ന് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, ആ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റയർ എഡിഷനാണ്, അതിൻ്റെ ചില പാർട്ടുകളെല്ലാം ഗോൾഡാണ്, റിയൽ ഗോൾഡ് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾ ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവൾ വിചാരിക്കും, പെന്നുകൾക്കും റയർ എഡിഷനൊക്കെ ഉണ്ടോ, എന്നിട്ട് ഗോൾഡ് കൊണ്ട് പെന്നോ, ഇത് എഴുതാൻ തന്നെയല്ലേ. എന്നിട്ട് പിന്നെ ആ ഒരു പെണ്ണിൻ്റെ പൈസ താൻ എങ്ങനെ കൊടുക്കും എന്നും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ചെന്ന് പറയുന്നത്, നിനക്ക് ഇതിൻ്റെ പകരമായിട്ട് എനിക്ക് ഒരു കാര്യം ചെയ്യാം, അതായത് ആ ഒരു പെണ്ണിൻ്റെ പൈസ അതിന് തുല്യമായിട്ട് നീ അത്രയും ദിവസം എനിക്ക് ജോലി ചെയ്ത് തരണം, അതായത് ഏകദേശം ഒരു 100 ദിവസം നീ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യണം എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് അവൾ ഞെട്ടുകയാണ്. കാരണം ഇവൾ എത്രയോ കാലമായിട്ട് കയറി പറ്റാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്പനി, ഇൻ്റർവ്യൂവും എല്ലാം തൂറ്റി പാലീസായ ആ ഒരു കമ്പനിയിലോട്ട് ഇവൾക്ക് ഒരു അവസരം കിട്ടുകയാണ്. അവൾ ഭയങ്കര സന്തോഷത്തോടെയാണ് അത് സ്വീകരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇൻ്റർവ്യൂ ഒന്നുമില്ല, നീ നാളെ തൊട്ട് വൈകുന്നേരം 3 മണിക്ക് മുതൽ നീ അവിടെ ഉണ്ടാകണം എന്നും പറയുന്നു. ലേറ്റ് ആയാൽ നിൻ്റെ വർക്ക് ഡ്യൂട്ടി അത് ഡബിൾ ആയിരിക്കും എന്നും പറയുന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവന് പോവുകയാണ്. ഇവൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, എന്താണ് ഈ നടക്കുന്നത്, ഇത് സാധാരണ ജോലിയല്ലേ, സാധാരണ ആകുമ്പോൾ ഇൻ്റർവ്യൂവും ഓഫർ ലെറ്ററും അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ടല്ലോ, ഇതൊന്നുമില്ല. എന്നിട്ട് നാളെ തന്നെ വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. ഇവൾക്ക് ഒന്നും മനസ്സിലാകാതെ പിന്നെ ഇവളെ ടെൻഷനായിക്കൊണ്ട് നേരെ സിറാനെ വിളിക്കുകയാണ്, അവളെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട്.
എന്നാൽ അതേസമയം മറ്റൊരു രംഗം ഇവിടെ നുവാൻ്റെ ബ്രദർ ഇവിടെ അവളുടെ വീട്ടിൽ ഒളിഞ്ഞു താമസിക്കുകയാണല്ലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റത് മുതലേ ഇവിടെ നുവാനെയും ആരെയും കാണുന്നില്ല. അതിൽ അവളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ഒരു വീട് ഇവൻ ശ്രദ്ധിക്കുന്നത്. ആകെ വലിച്ചിട്ട് ആകെ അലങ്കോലമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ബ്രദർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇതാരെ ഇങ്ങനെ വൃത്തികേടാക്കിയിരിക്കുന്നത്, നുവാൻ തന്നെ ആയിരിക്കും. ലൈഫിലുള്ള ബേസിക് കാര്യങ്ങൾ പോലും അവൾ പഠിച്ചിട്ടില്ല. എന്നിട്ടാണ് അമ്മ അവൾക്ക് ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ധൃതി കൂട്ടുന്നത്. ആദ്യം ഇതൊക്കെ കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവൻ അറിയാതെ താഴേക്കിടുന്ന ഒരു ലിപ്സ്റ്റിക്കിൽ ചവിട്ടുന്നത്. എന്നിട്ട് അവൻ അത് ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് സാക്ഷാൽ സിറാൻ അവളുടെ ജോലിയെല്ലാം തീർത്തിട്ട് അവൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടിലോട്ട് കയറി വരുന്നത്. അവൾ ഡോറ് തുറന്ന് വരുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് ഇവിടെ ബ്രദർ ആകെ പേടിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ അവൻ്റെ ആ ഒരു മുഖം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.